വേദന ഉണ്ടാകാനുള്ളൊരു കാരണം. മൂന്നാമത്തെ നടുവേദനയുടെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മളുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമായിട്ടുള്ള ലംബാർ ഏരിയയിൽ അവിടുത്തെ എല്ല് ഒരു സൈഡിലേക്ക് വളഞ്ഞു നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അതിന് സ്കോളിയോസിസ് എന്നാണ് അതിന് പറയുക. ആ സ്കോളിയോസിസിൻ്റെ ഭാഗമായി, ലംബാർ സ്കോളിയോസിസിൻ്റെ ഭാഗമായിട്ടായിരിക്കും നടുവേദന വരുന്നത്. നാലാമത്തെ നടുവേദനയുടെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഈ നടുവിൻ്റെ ഭാഗത്ത് അവിടുത്തെ എല്ലിൻ്റെ യഥാർത്ഥ പൊസിഷൻ എന്ന് പറയുന്നത് ഉള്ളിലേക്ക് അല്പം വളഞ്ഞിട്ടാണ്. അതിന് ലോഡോസിസ് എന്നാണ് പറയുക. സാധാരണഗതിയിൽ അങ്ങനെ ഉള്ളിലേക്ക് വളഞ്ഞിട്ടാണുള്ളത്. പക്ഷേ ഈ വളവ് കൂടി വരുന്നതിന്, അതായത് ഹൈപ്പർ ലോഡോസിസ് എന്ന് പറയുന്ന, നമുക്ക് പല ആളുകളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ഈ പുറം നടുവിൻ്റെ ഭാഗത്ത് നോക്കിയാൽ ഭയങ്കരമായൊരു കുഴിവ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഹൈപ്പർ ലോഡോസിസ്, അമിതമായ ആ ഒരു കുഴിവ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നടുവേദന വരാം. അഞ്ചാമത്തെ നടുവേദനയുടെ ഒരു കാരണമെന്ന് പറയുന്നത് ലംബാർ സ്ട്രൈറ്റനിങ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ നടുവിൻ്റെ ഭാഗത്തെ നട്ടെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ലംബാർ സ്പൈനിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അകത്തേക്ക് അല്പം കുഴിഞ്ഞിട്ടാണ്. ഈ കുഴിവ് നിവർന്നു പോവുക, ലോസ് ഓഫ് ലോഡോസിസ് അല്ലെങ്കിൽ സ്ട്രൈറ്റനിങ് എന്ന് പറയുന്ന ഒരവസ്ഥ, അത് പൊതുവെ ഈ സ്കെൽറ്റായ ആളുകൾക്കാണ് പൊതുവെ പ്രശ്നമുണ്ടാകുന്നത്. ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ മാത്രമാണ് ഒരാൾക്ക് നടുവേദന ഉണ്ടാകുന്നതിൻ്റെ കാരണം. ഇതിലേതാണ് ഒരാളുടെ നടുവേദനയുടെ കാരണമെന്ന് കണ്ടെത്തുന്നതിൽ ഒരു ചികിത്സകൻ വിജയിക്കുമ്പോൾ ആ പ്രശ്നത്തെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയും.